ഹായ് സ്റ്റുഡൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആക്ട് ആൻഡ് റൂൾസിൻ്റെ ഫസ്റ്റ് പാർട്ട്? സെക്ഷൻ 1 മുതൽ 9 വരെ ഗംഭീരമാക്കിയില്ലേ? നിയമത്തോടുള്ള പേടി, അത് ഞങ്ങളുടെ ഭാഷയിൽ നിയമപ്പേടി എന്ന് പറയും. അതങ്ങോട്ട് പൂർണ്ണമായി മാറിയില്ലേ? ഇപ്പോൾ എന്താ അതിൻ്റെ മറുവശം? ഫുൾ മാർക്ക് ഗ്യാരണ്ടി ആയില്ലേ? അതാണ്, ഈ രീതിയിലാണ് നമ്മുടെ മുന്നോട്ട് പോക്ക്. സന്തോഷമായില്ലേ? നമ്മൾ ഒരു സംഘം ഇപ്പോൾ ചുമ്മാ അതങ്ങ് രജിസ്റ്റർ ചെയ്തില്ലേ? ഗംഭീരമാക്കിയില്ലേ? ഇനിയിപ്പോൾ എന്താ നെക്സ്റ്റ്? വാട്ട് നെക്സ്റ്റ്? നമ്മൾ രജിസ്റ്റർ ചെയ്ത് വച്ച സംഘം നല്ല നിലയിൽ പ്രവർത്തിപ്പിച്ച് കാണിക്കണ്ടേ? അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് അടുത്ത സ്റ്റെപ്പുകൾ? അപ്പോൾ അതിന് വേണ്ടുന്ന സ്റ്റെപ്സും ഇതുപോലെ രസകരമാക്കണ്ടേ? അതിന് നിങ്ങൾ റെഡിയല്ലേ? നോക്കാം. അതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ആക്ട് ആൻഡ് റൂൾസിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരു സഹകരണ സംഘം എങ്ങനെ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്തെടുക്കാം, ഇതാണ് കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാം ഓരോ സംഘങ്ങളുണ്ട്. ആ സംഘങ്ങൾ വിഷ്വലൈസ് ചെയ്ത് ആ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി തന്നെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ പഠിച്ചു. കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾസ് 1969 സെക്ഷൻ 1 മുതൽ 9 വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സെക്ഷനും അതിൻ്റെ പ്രോബബിൾ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നമ്മൾ വിശദമായി ഇവിടെ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട എല്ലാ റൂൾസും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. അതിനെ നമ്മൾ പാർട്ട് 1 എന്നുള്ള രീതിയിലേക്ക് വച്ചതും കഴിഞ്ഞ അധ്യായത്തിൽ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു. ഇനി എൻ്റെ സുഹൃത്തുക്കളെ, അടുത്ത പാർട്ടിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുക. നമ്മളിങ്ങനെ വളരെ പാടുപെട്ടൊരു സംഘം, സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തു. എൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം പഠിച്ചു. എന്തിനാണ് സഹകരണ സംഘം ഇത്ര ബുദ്ധിമുട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്തത്? അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇനിയുള്ള അധ്യായത്തിലൂടെ നമ്മൾ നോക്കുന്നത്. ബുദ്ധിമുട്ടി രജിസ്റ്റർ ചെയ്ത ഒരു സംഘം എങ്ങനെ നല്ല നിലയിൽ പ്രവർത്തിപ്പിച്ചെടുക്കാം, വിജയിപ്പിക്കാം, അതാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ നമ്മൾ നോക്കുക. നമ്മൾ പഠിക്കുന്നൊരു പ്രത്യേക ശൈലിയിലാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ബൈ ഹാർട്ട് ശൈലിയല്ല, ഒരു വിഷ്വലൈസ് ശൈലിയാണ്. നിങ്ങളുടെ സമൂഹത്തിലുള്ള, നിങ്ങളുടെ മുറ്റത്തുള്ള സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ആക്ട് ആൻഡ് റൂൾസിൻ്റെ പഠനം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ രീതിയിലായിരിക്കും നമ്മുടെ ഇനിയുള്ള പഠനവും മുന്നേറുക. സുഹൃത്തുക്കളെ, പാർട്ട് 2 സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സെക്ഷൻ 10 ആണ്. ഞാൻ പറഞ്ഞു, ഓരോ സെക്ഷൻ്റെയും ബൈ ഹാർട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ എടുത്തുകൊണ്ട് അതിനെ ഒരു പാരഗ്രാഫിലാക്കി അതിനൊരു സെക്ഷൻ്റെ പേര്, നമ്പർ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക. ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് പല അവസരങ്ങളിലും ആവശ്യമായി വരുന്നൊരു സംഗതിയുണ്ട്, അതിൻ്റെ പേരുമാറ്റൽ. നമ്മൾ ധൃതി പിടിച്ച് ഒരു സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശിക്കപ്പെട്ട പേര് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് മാറ്റേണ്ടതായി വരും. എന്തിനാണ് പേര് മാറ്റുന്നത്? സംഘത്തിൻ്റെ പേര് എന്തിനാണ് മാറ്റുന്നത്? നിങ്ങളൊക്കെ നിങ്ങളുടെ പേര് എന്തിനാണ് മാറ്റുന്നത്? പലരും നമ്മുടെ സുഹൃത്തുക്കൾ പേര് മാറ്റുന്നില്ലേ? അച്ഛനും അമ്മയും ഇട്ട പേര് അത്ര സൂഹിക്കാതെ വരുമ്പോൾ നിങ്ങളൊക്കെ പേര് മാറ്റുന്നില്ലേ? എന്താണ് നടപടിക്രമം? ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ പരസ്യം ചെയ്ത് ഒബ്ജക്ഷൻ കാൾ ഫോർ ചെയ്താണ് നമ്മളുടെ പേരൊക്കെ നമ്മൾ മാറ്റുന്നത്. അതേ മാനദണ്ഡം തന്നെ ഒരു സംഘത്തിൻ്റെ പേര് അതിൻ്റെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതിക്ക് അത്ര സുഖിക്കാതെ വന്നാൽ, മനോഹരമായൊരു പേര് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും ഇത്തരം പേരുമാറ്റങ്ങൾ വന്നു ഭവിക്കാറുണ്ട്. വളരെ സാമ്യമുള്ള മറ്റൊരു സംഘത്തിൻ്റെ പേര് നമ്മൾ ശ്രദ്ധയപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പേര് മാറ്റാൻ നിർദ്ദേശിക്കപ്പെടുക, ഇത്തരം ഘട്ടത്തിലും നമ്മുടെ സംഘത്തിൻ്റെ പേരുകൾ മാറ്റാറുണ്ട്. എന്താണ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി? എങ്ങനെയാണ് അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി, അതിൻ്റെ നടപടിക്രമം എന്താണ്? ഇതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10, 9 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റിയെ നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ട്, അടുത്ത പാരഗ്രാഫായിട്ട് വാരിക്കെട്ടി വയ്ക്കാം. അതിനെ സെക്ഷൻ 10 എന്നവർ വിളിച്ചു. നമുക്കതിൽ ഒബ്ജക്ഷൻ ഇല്ല. 10 എങ്കിൽ 10, സെക്ഷൻ 10. എന്താ സെക്ഷൻ 10? ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഒരു സംഘത്തിൻ്റെ പേരെങ്ങനെ മാറ്റും? 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ഇതുപോലുള്ള എന്ത് കാര്യങ്ങളും നടപടിക്രമങ്ങൾ സംഘത്തിൻ്റെ ബൈലാ ഭേദഗതി അത്യാവശ്യം. ബൈല, സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈല നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൽ ആദ്യം തന്നെ പഠിച്ച നമ്പർ 1 എന്താണ്? നെയിം ഓഫ് സൊസൈറ്റിയാണ് ബൈലയിൽ ആദ്യം തന്നെ നമ്മൾ എഴുതി വെച്ച കണ്ടൻറ്റ്.
അപ്പോൾ ബൈലയിൽ ഒരു സംഘത്തിൻ്റെ പേര് എഴുതി വെച്ചു. ആ പേര് മാറ്റണമെങ്കിൽ ബൈലയിൽ ആ പ്രസക്ത ഭാഗം മാറ്റണം ആദ്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ? ബൈ ആൻഡ് മിയർ അമെൻമെൻറ്റ് ഓഫ് ബൈല. ബൈലയിലെ പ്രസക്ത ഭാഗം നമ്മൾ മാറ്റണം. ബൈല ഭേദഗതി എങ്ങനെയാണ് എന്ന് നമ്മൾ ഇനി സെക്ഷൻ 12 കാണും. അത് വരട്ടെ, അന്നേരം നോക്കാം. അത് അന്നേരം ഇപ്പോൾ നോക്കേണ്ടത് ബൈല ഭേദഗതിയിലൂടെയാണ് പേര് മാറ്റൽ സാധ്യമാകുന്നത്. നമ്പർ 1 മനസ്സിലായല്ലോ. ഒന്നാമത്തെ പോയിന്റ് ബൈ മിയർ അമെൻമെൻറ്റ് ഓഫ് ബൈല. എങ്ങനെ? അത് പിന്നീട്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ബൈല അമെൻമെൻറ്റിന് ഒരു പ്രപ്പോസൽ കിട്ടിയാൽ ആരാ ഇത് ചെയ്യുക? ബൈല അമെൻമെൻറ്റ് ആരാ ചെയ്യുക? ബൈല ആരാ രജിസ്റ്റർ ചെയ്ത് തരിക? രജിസ്ട്രാർ. അങ്ങനെ രജിസ്ട്രാറാണ് ബൈല രജിസ്റ്റർ ചെയ്ത് തരുന്നതെങ്കിൽ അമെൻമെൻറ്റും രജിസ്ട്രാർ തന്നെ ചെയ്യണം, എന്നാലേ അതിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഇത്തരമൊരു പ്രപ്പോസൽ കിട്ടിയാൽ രജിസ്ട്രാർ ഷാൽ എൻ്റർ ദ ന്യൂ നെയിം ഇൻ ദ കൺസേൺ പ്ലേസ് ഓഫ് രജിസ്റ്റർ ഓഫ് സൊസൈറ്റീസ്. സംഘത്തിൻ്റെ പേരും വിശദാംശങ്ങളും എഴുതുന്ന ഒരു രജിസ്റ്ററില്ലേ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതിൻ്റെ കൺസേൺഡ് ഭാഗത്ത് പുതിയ പേര് എഴുതി ചേർക്കും. എൻ്റർ ദ ന്യൂ നെയിം ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓൾസോ. നമ്മൾ ഒരു സംഘം രജിസ്റ്റർ ചെയ്താൽ കൊടുക്കുന്ന ഒരു പ്രധാന ഒരു എവിഡൻസ് ഉണ്ടല്ലോ, കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അതിൻ്റെ പേരെന്താ? സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ പേര് മാറ്റപ്പെട്ടാൽ രജിസ്റ്റർ ഓഫ് സൊസൈറ്റീസിൽ എഴുതുന്നതിനോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനും പുതിയ പേര് ചേർത്ത് സംഘത്തിന് നൽകേണ്ടതുണ്ട്. ഇത് രണ്ടും ചെയ്യുന്നത് RCS ആണ്, രജിസ്ട്രാറാണ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അമെൻമെൻറ്റ് ഓഫ് ബൈല വേണം. ബൈല അമെൻമെൻറ്റിലൂടെ മാത്രമേ ഇത് സാധിക്കൂ. അങ്ങനെ ബൈല അമെൻഡ് ചെയ്തൊരു പ്രപ്പോസൽ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? അത് പരിശോധിച്ചതിന് ശേഷം ജെനുവിൻ കേസാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫ് സൊസൈറ്റീസിൽ അത് എൻറ്റർ ചെയ്യുന്നു. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ അതിൻ്റെ ന്യൂ നെയിം എഴുതി അത് സീലും ഒപ്പും വെച്ച് ആദ്യം കൊടുത്ത അതേ ഫോർമാലിറ്റീസിൽ സംഘത്തിന് ലഭ്യമാക്കുന്നു. ഇതാണ് രണ്ടാം പോയിന്റ്. ഇത്ര തന്നെ ഉള്ളൂ പ്രധാനമായിട്ടും നിങ്ങൾ ഓർക്കാൻ. ഇനി ഇതിനുമായിട്ട് വരുന്നൊരു അലൈഡ് പോയിന്റ് ഞാൻ ചോദിക്കുകയാണ്. ഈ ഒരു സംഘം ഇങ്ങനെ പേര് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ്സ്, അതിൻ്റെ ഓബ്ലിഗേഷൻ അല്ലെങ്കിൽ ലയബിലിറ്റി, ഇത്തരം കാര്യങ്ങളിൽ എന്ത് മാറ്റമാണ് ശേഷമുണ്ടാകുക? അത് നിങ്ങൾ ആലോചിച്ച് പറയേണ്ട ഒരു സംഗതിയാണ്. ഒരു സംഘത്തിൻ്റെ പേര് മാറ്റപ്പെട്ടു, സംഘത്തിൻ്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതിൻ്റെ അധികാരങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അതിൻ്റെ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ലയബിലിറ്റീസ് എന്തെങ്കിലും മാറ്റങ്ങൾ വന്ന് ഭവിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ ആലോചിച്ച് പറയേണ്ട ഒരു പോയിൻ്റാണ്. അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് തന്നെ കുറേ ബാധ്യത വന്നുപെട്ടു. നിങ്ങൾ മറ്റാൾക്കാർക്ക് കൊടുക്കാൻ കടബാധ്യതയിൽപ്പെട്ടു. അങ്ങനെ കടബാധ്യതയിൽപ്പെട്ടാൽ പെട്ടെന്ന് ഓടിച്ചെന്ന് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങളെ പേരങ്ങ് മാറ്റിയാൽ പോരെ. അപ്പോൾ നിങ്ങളല്ലാതാവുന്നു, നമ്മളല്ലാതാവുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന കടങ്ങൾ ഇല്ലാതാകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് ആലോചിച്ചിട്ട് ഞാനീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തനിയെ രേഖപ്പെടുത്തുക, കമൻറ്റ് ബോക്സിൽ ഇടുക. എന്താണ്? ഒരു സംഘത്തിൻ്റെ ബാധ്യതകളും റൈറ്റും ചുമതലകളും ഒക്കെ തന്നെ പേരുമാറ്റത്തിലൂടെ ഒഴിവാക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്ന പ്രശ്നമേ ഇല്ല, നിങ്ങൾ തന്നെ പറയുക. ഓക്കെ? അപ്പോൾ സുഹൃത്തുക്കളെ, പേര് മാറ്റുന്നത് എങ്ങനെ? ഒരു സംഘത്തിൻ്റെ ചേഞ്ച് ഓഫ് നെയിം ക്ലിയറായി നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിന് യാതൊരു സംശയങ്ങളും ഇനി അവശേഷിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, ബൈലായിലാണ് പേരിനെ സംബന്ധിച്ചുള്ള പരാമർശം ആദ്യം തന്നെ ഉള്ളത്. അപ്പോൾ ബൈലായിൽ എന്ത് തന്നെ പരാമർശിക്കപ്പെട്ടാലും അത് മാറ്റണമെങ്കിൽ ആദ്യം ബൈലായുടെ കൺസേൺഡ് ഭാഗം മാറ്റണം. അതാണ് ബൈല അമെൻമെൻറ്റ്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട മറ്റൊരു പോയിന്റ്, ചേഞ്ച് ഓഫ് നെയിം എന്ന് പറയും പോലെ തന്നെ ഒരു സംഘത്തിൻ്റെ ലയബിലിറ്റി മാറ്റാനുള്ള പ്രൊവിഷനും നമ്മുടെ ആക്റ്റിലുണ്ട്. ഇതിൻ്റെ റൂൾസും റെഗുലേഷനും സെക്ഷൻസും ഒന്നും തന്നെ ബൈൻഡിങ് അല്ല. അതൊന്നും കാലാകാലങ്ങളിൽ അതുപോലെ തന്നെ നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശമില്ല. അത് ജെനുവിൻ കേസിൽ മാറ്റപ്പെടാൻ സാധ്യതകളുണ്ട്. അതിനുള്ള പ്രൊവിഷൻ നമ്മുടെ ആക്ട് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും വേണമെങ്കിൽ മാറ്റാം. അതിനെ നമ്മൾ ചേഞ്ച് ഓഫ് ലയബിലിറ്റി എന്ന് പറയും. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വാരിക്കെട്ടി അടുത്ത പാരഗ്രാഫാക്കും. നമ്മൾ 10 വരെ പറഞ്ഞു, ഇനിയിപ്പോൾ 11, സെക്ഷൻ 11 എന്നവർ പറഞ്ഞു. നമുക്ക് തർക്കമില്ല, 11 എങ്കിൽ 11. സെക്ഷൻ 11 എന്താ?
ചേഞ്ച് ഓഫ് ലയബിലിറ്റി ഓഫ് എ സൊസൈറ്റി. അപ്പോൾ ഈ സെക്ഷൻ 11 പറയുമ്പോൾ ഒരു റൂള് കൂടി സുഹൃത്തുക്കളുടെ മനസ്സിലേക്ക് ഓടി വരണം. അതെന്താണ്? റൂൾ 12. അപ്പോൾ സെക്ഷൻ 11 റൂൾ 12 ഒരുമിച്ച് വരിക. സെക്ഷൻ 11 റൂൾ 12 എങ്ങനെ? 11, 12. സെക്ഷൻ 11 റൂൾ 12 രണ്ടും ഒരേ കാര്യം തന്നെ പ്രതിപാദിക്കുന്നതാണ്. സെക്ഷൻ റൂൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു, ഇനി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒരു സംഘത്തിൻ്റെ ലയബിലിറ്റി എങ്ങനെ മാറ്റുമെന്ന് ചോദിച്ചാൽ പേരെങ്ങനെ മാറ്റി? അതുപോലെ തന്നെ എന്താണ് ലയബിലിറ്റിയെക്കുറിച്ച് പരാമർശമുള്ളത് ബൈലായിലാണ്, പേര് പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ബൈലാമെൻറ്റ് ചെയ്തു. ഇവിടെയും ലയബിലിറ്റി മാറ്റണമെങ്കിൽ ബൈലാമെൻറ്റ് ചെയ്യണം. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈല ഇവിടെയും മസ്റ്റാണ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. അപ്പോൾ ഇറ്റ് ഷാൽ ബി ഡൺ ബൈ മിയർ അമെൻമെൻറ്റ് ഓഫ് ബൈല. പോയിന്റ് നമ്പർ 1 ചേഞ്ച് ഓഫ് ലയബിലിറ്റിയിൽ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെയും ബൈല അമെൻഡ് ചെയ്തല്ലാതെ ലയബിലിറ്റി മാറ്റാൻ വേണ്ടി കഴിയില്ല. ഇവിടെ റൂളിൽ പ്രസക്തമായ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇത്തരം ബൈല അമെൻമെൻറ്റ് ഇത്തരം ലയബിലിറ്റി ചേഞ്ചിന് വേണ്ടി ഒരു ജനറൽ ബോഡി വിളിച്ചാൽ അത് സ്പെഷ്യൽ ജനറൽ ബോഡി, പ്രത്യേക വിശേഷാൽ പൊതുയോഗമാണ് വിളിക്കുക. ഒരു വിശേഷാൽ പൊതുയോഗം വിളിക്കുന്നതിന് 7 ദിവസത്തെ ക്ലിയർ നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട്. ഇത് MCQ ചോദ്യമാണ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ടൈം ലിമിറ്റ് എത്ര? 7 days. 7 days ടൈം ലിമിറ്റ് കഴിഞ്ഞ ചാപ്റ്റേഴ്സിലും പാർട്ട് 1 നമ്മൾ ഒത്തിരി നോക്കി. അതുപോലെ തന്നെ ഇവിടെയും ടൈം ലിമിറ്റ് കുറച്ചധികം വരുന്നുണ്ട്. ആദ്യമായി നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ കണ്ടത് ചേഞ്ച് ഓഫ് ലയബിലിറ്റിക്ക് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ടൈം ലിമിറ്റ് 7 days ക്ലിയർ ഡേയ്സ് നോട്ടീസാണ്. അപ്പോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കണം, 7 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. 7 ദിവസത്തെ നോട്ടീസ് കിട്ടി. അപ്പോൾ റെസൊല്യൂഷൻ വേണം. എങ്ങനെയാണ്? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ വിളിച്ചാൽ അതിൽ റെസൊല്യൂഷൻ വേണം. എന്താണ് റെസൊല്യൂഷൻ? പങ്കെടുക്കുന്ന വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 മെജോറിറ്റി വേണം. അപ്പോൾ അമെൻമെൻറ്റ് ഹാസ് ടു ബി അപ്രൂവ്ഡ് ബൈ 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ട് എന്നാണ് പറയുക. പങ്കെടുത്ത വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 പേരുടെ ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ ഒരു ബൈലാ ഭേദഗതി സാധ്യമാകൂ. അപ്പോൾ ബൈലാ ഭേദഗതിയുടെ ആൾക്കാരുടെ കോറം എന്ന് പറയുന്നത് 2/3 ആണ്. 2/3 മെജോറിറ്റിയാണ്. മെജോറിറ്റി എന്ന് പറയുന്നത് 2/3 ആണ്. പങ്കെടുക്കുന്ന ആൾക്കാരുടെയാണ്, ടോട്ടൽ മെമ്പേഴ്സിൻ്റെ അല്ല. പ്രത്യേകം സുഹൃത്തുക്കൾ ഓർക്കുക, ഒരു സംഘത്തിലെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 2/3 അല്ല. ആ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന അതിൽ ഓരോന്നിനും കോറം ഫിക്സ് ചെയ്തിരിക്കും. ആ കോറം എന്തായാലും തികഞ്ഞിരിക്കണം. അതിനുശേഷം പങ്കെടുക്കുന്ന അംഗങ്ങളുടെ, വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 മെജോറിറ്റിയോടുകൂടി നമുക്ക് ലയബിലിറ്റി ചേഞ്ച് ചെയ്യാനുള്ള റെസൊല്യൂഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. റൂൾ 12 പഠിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സെക്ഷൻ 5 ഞാനൊരു പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ചേഞ്ച് ഓഫ് ലയബിലിറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘം രജിസ്റ്റർ ചെയ്യുന്നത് എപ്പോഴും ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ആയിരിക്കും. ഇപ്പോൾ അൺലിമിറ്റഡ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യാൻ പ്രൊവിഷനില്ല. നമ്മൾ നേരത്തെ തന്നെ കണ്ടില്ലേ, സെക്ഷൻ 5 കണ്ടില്ലേ. അതും ഇതുമായിട്ട് ക്ലബ് ചെയ്തിട്ടാണ് സംസാരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഈ സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റിയിൽ ഒരു കാര്യം മനസ്സിലാക്കുക, റൂൾ 12 ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റിയെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആക്കാൻ പ്രൊവിഷൻ ഇല്ല. അതേസമയം നമ്മൾ ചെയ്യുന്നത് തിരിച്ചാണ്. എങ്ങനെ? അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ഉണ്ടെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആക്കി മാറ്റാം. ചേഞ്ച് ഓഫ് ലയബിലിറ്റിയിൽ ആദ്യം ഓർക്കേണ്ട പോയിന്റ് നമ്പർ 1 അതാണ്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് അമെൻമെൻറ്റ് ഓഫ് ബൈല, അതിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അതിനുവേണ്ടി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കണം. അതിൽ 2/3 മെജോറിറ്റി പങ്കെടുക്കണം. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ 7 ക്ലിയർ ഡേയ്സ് നോട്ടീസ് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഈ നോട്ടീസ് എല്ലാ മെമ്പേഴ്സിനും, അംഗങ്ങൾക്ക് മാത്രമല്ല, ഈ ലയബിലിറ്റി ചേഞ്ചുമായി ബന്ധപ്പെട്ട ജനറൽ ബോഡിയുടെ നോട്ടീസ് സംഘത്തിൻ്റെ അംഗങ്ങൾക്ക് മാത്രമല്ല, പിന്നെയോ അതിൻ്റെ ക്രെഡിറ്റേഴ്സിനും കൊടുക്കണം. എല്ലാ ക്രെഡിറ്റേഴ്സിനും കൊടുക്കണം. എന്തിനാണ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത്? അംഗങ്ങളായാലും ക്രെഡിറ്റേഴ്സായാലും സംഘത്തിൻ്റെ ബാധ്യതയിൽ ഒരു ഭേദഗതി വരുത്തുന്നത് ചിലപ്പോൾ ആ അംഗത്തിന് അല്ലെങ്കിൽ ആ ക്രെഡിറ്റർക്ക് യുക്തമാണെന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് സംഘത്തിൻ്റെ ബാധ്യതയിൽ മാറ്റം വരുത്തുന്നത് എങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വേണമെങ്കിൽ ആ സംഘത്തിൻ്റെ അംഗത്വത്തിൽ നിന്ന് മാറാനുള്ള അധികാരമുണ്ട്.
അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ അത് തീരുമാനിക്കാനുള്ള റൈറ്റ് നമ്മുടെ ക്രെഡിറ്റർക്കുണ്ടാവും. ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അംഗത്വത്തിൽ നിന്നും മാറാൻ പറ്റും, അല്ലെങ്കിൽ ക്രെഡിറ്റ്ഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ തന്നെ ക്രെഡിറ്റർ എന്താ പറയുന്നത്? ക്രെഡിറ്റർ ഷാൽ ഹാവ് ദ റൈറ്റ് ടു വിത്ഡ്രോ ഹിസ് ഷെയർസ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. ക്രെഡിറ്റേഴ്സ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു വിത്ഡ്രോ ഹിസ് ഷെയർസ് ആൻഡ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് എറ്റ്സെട്ര. അപ്പോൾ ഷെയർ ആയിരുന്നാലും പിന്നെ ഡെപ്പോസിറ്റ്സ് ആയിരുന്നാലും ലോണുകളായിരുന്നാലും ഈ സംഘവുമായിട്ട് ഞാൻ ഇനി ഇടപാടില്ല, ഞാൻ കളിക്കുന്നില്ല, എൻ്റെ ഷെയറിങ് തിരിച്ചു തന്നേക്കുക എന്ന് പറയാനുള്ള അധികാരം എല്ലാ അംഗങ്ങൾക്കും എല്ലാ ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളുടെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാൻ നമ്മൾ റെസൊല്യൂഷൻ എടുത്ത് അയക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്ത് ജനാധിപത്യ പരമാണ് നമ്മുടെ സംഘങ്ങളുടെ പ്രവർത്തന രീതി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേഞ്ച് ഓഫ് ലയബിലിറ്റിയിൽ സുഹൃത്തുക്കൾ നോക്കേണ്ട പോയിൻറ്റ്സ്, ഇത്രയും മാത്രം. അപ്പോൾ സെക്ഷൻ 11 റൂൾ 12. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അമെൻമെൻറ്റ് ഓഫ് ബൈല മസ്റ്റാണ്. അമെൻമെൻറ്റ് ഓഫ് ബൈലയ്ക്ക് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കണം. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് 7 ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കണം. അപ്പോൾ അംഗങ്ങൾക്കെല്ലാം ക്രെഡിറ്റേഴ്സിനെല്ലാം നോട്ടീസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്താൽ 2 മാസത്തിനകം അമെൻമെൻറ്റ് അല്ലെങ്കിൽ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് ഷാൽ ഹാവ് ദ റൈറ്റ് ടു വിത്ഡ്രോ ഹിസ് ഷെയർസ്. അപ്പോൾ 7 ദിവസത്തെ നോട്ടീസ് കിട്ടി 2 മാസത്തിനുള്ളിൽ അവർക്ക് അവരുടെ ഷെയർ പിൻവലിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ 7 ദിവസം 2 മാസം, 7 ദിവസം 2 മാസം, അതാണ് ഈ സെക്ഷൻ 11 വരുന്ന 2 ടൈം ലിമിറ്റ്. 7 ദിവസം എന്താ? ക്ലിയർ ഡേയ്സ് നോട്ടീസ്. 2 മാസം എന്താ? നോട്ടീസ് കിട്ടി 2 മാസത്തിനുള്ളിൽ ഷെയർസ് വിത്ഡ്രോ ചെയ്യാം, ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് പിൻവലിക്കാനുള്ള അവകാശം കൊടുത്തതിന് ശേഷം മാത്രമാണ് റെസൊല്യൂഷൻ പാസ്സാക്കുക. അപ്പോൾ നോട്ടീസ് കൊടുക്കുക മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും. അവർക്ക് 2 മാസത്തിനകം അവരുടെ ഡെപ്പോസിറ്റ്, അവരുടെ ലോൺസ്, അവരുടെ ഷെയർസ് പിൻവലിക്കാനുള്ള അവകാശം. അതിനുശേഷം 3/2 അംഗങ്ങളുടെ മെജോറിറ്റിയോടുകൂടി ഒരു റെസൊല്യൂഷൻ എടുത്ത് രജിസ്ട്രാർക്ക് അയക്കുക. ദാറ്റ്സ് ഓൾ. അത് കിട്ടിയാൽ രജിസ്ട്രാർ തീരുമാനിക്കും. രജിസ്ട്രാർ സാധാരണഗതിയിൽ ആ ലയബിലിറ്റി ചേഞ്ച് അംഗീകരിച്ച് കൊടുക്കും. സിമ്പിൾ, ഇത്ര മാത്രം. സെക്ഷൻ 11 റൂൾ 12 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. ചേഞ്ച് നൈം പോലെ തന്നെയാണ്. അമെൻമെൻറ്റ് ഓഫ് ബൈല മസ്റ്റാണ്. അതിനുവേണ്ടി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിശേഷാൽ പൊതുയോഗം വിളിച്ചിരിക്കണം. അതിന് 7 ദിവസത്തെ ക്ലിയർ നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കിട്ടി 2 മാസത്തിനുള്ളിൽ അവരുടെ ഷെയർ, അവരുടെ ഡെപ്പോസിറ്റ്, അവരുടെ ലോൺ പിൻവലിക്കാനുള്ള അവകാശം അവർക്കുണ്ടാകും. അങ്ങനെ കൂടുന്ന പൊതുയോഗത്തിൽ 3/2 അംഗങ്ങളുടെ അംഗീകാരത്തോടുകൂടി റെസൊല്യൂഷൻ പാസ്സാക്കി RCS നമ്മൾ അയക്കുന്നു. RCS അംഗീകരിച്ചു കൊടുക്കുന്നു. ഇതാണ് ചേഞ്ച് ഓഫ് ലയബിലിറ്റി. സെക്ഷൻ 11 റൂൾ 12. എന്തെങ്കിലും സംശയമുണ്ടോ? യാതൊരു സംശയം ഉണ്ടാകാൻ സ്കോപ്പില്ല. ഓക്കെ, റൈറ്റ്. സുഹൃത്തുക്കളെ, 2 കാര്യങ്ങൾ നമ്മുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും ചേഞ്ച് ഓഫ് നെയിം ആയാലും ചേഞ്ച് ഓഫ് ലയബിലിറ്റി ആയാലും ഒരു കാര്യം അവിടെ പ്രത്യേകം സൂചിപ്പിച്ചു. ആ 2 കേസിലും ഞാൻ പറഞ്ഞു, ആ 2നും എന്താണ്? ബൈല ഭേദഗതി ആവശ്യമാണ് എന്ന് പറഞ്ഞു. ചേഞ്ച് ഓഫ് നെയിം ആയാലും ചേഞ്ച് ഓഫ് ലയബിലിറ്റി ആയാലും എന്താണ് റിക്വയർഡ് ആയിട്ടുള്ളത്? ബൈല അമെൻഡ് ചെയ്യണം. അമെൻമെൻറ്റ് ഓഫ് ബൈല. ബൈല എങ്ങനെയാണ് അമെൻഡ് ചെയ്യുക? അമെൻമെൻറ്റ് ബൈല എങ്ങനെ സാധിക്കും? ഞാൻ അപ്പോഴേ പറഞ്ഞു, ഇത് സെക്ഷൻ 12 അവർ വാരിക്കെട്ടി വെച്ചിരിക്കുക. അപ്പം നമ്മൾ ചേഞ്ച് ഓഫ് നെയിം ഏതാ പറഞ്ഞത്? സെക്ഷൻ 10. ചേഞ്ച് ഓഫ് ലയബിലിറ്റി സെക്ഷൻ 11. അടുത്ത എങ്ങനെയാണ് ഈ 2 കേസിലും നമ്മൾ ഇത് സാധ്യമാക്കിയ ബൈല അമെൻമെൻറ്റ് നടപ്പിലാക്കുക? അതിനെ സെക്ഷൻ 12 എന്നും അവർ പറഞ്ഞു. നമുക്ക് തർക്കമില്ല. സെക്ഷൻ 12. അപ്പോൾ സെക്ഷൻ 12 എന്ന് പറയുന്നത് അമെൻമെൻറ്റ് ഓഫ് ബൈല. സെക്ഷൻ 12 എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട റൂളുണ്ട്, റൂൾ 9. സെക്ഷൻ 12 റൂൾ 9 അത് പറയും. സെക്ഷൻ 12 എന്ന് പറയുമ്പോൾ തന്നെ ഓടി വരണം റൂൾ 9. സെക്ഷൻ 12 ആൻഡ് റൂൾ 9 എന്താണ്? രണ്ടും അമെൻമെൻറ്റ് ഓഫ് ബൈലയാണ്. അമെൻമെൻറ്റ് ഓഫ് ബൈലയിൽ നിങ്ങളൊരു പോയിന്റ് ഓർക്കേണ്ടത്, നോ അമെൻമെൻറ്റ് ഓഫ് ബൈല ഓഫ് എ സൊസൈറ്റി ഷാൽ ബി വാലിഡ് unless such amendment has been registered under the 1969 Act. അപ്പോൾ അമെൻമെൻറ്റ് വാലിഡ് ആവണമെങ്കിൽ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടണം. നമ്മുടെ പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ് RCS അംഗീകരിച്ചു തരണം. എന്നാൽ മാത്രമേ അമെൻമെൻറ്റ് വാലിഡ് ആകൂ. അതാണ് ആദ്യമായി നമ്മൾ പറയേണ്ടത്. അമെൻമെൻറ്റ് ഷാൽ ബി വാലിഡ് ഇഫ് ഇറ്റ് ഹാസ് ബീൻ രജിസ്ട്രേഡ് എന്നും പറയാം വേണമെങ്കിൽ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടണം.
രണ്ടാമതൊരു പോയിന്റ് പറയുന്നത് ഒരു ലീഗൽ ടേമാണ്. എന്താണ് അവർ പറയുന്നത്? പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 7. നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സെക്ഷൻ 7 പഠിച്ചില്ലേ? അതിൽ പറയുന്ന പ്രൊവിഷൻസ് specifying the conditions to be satisfied before registration of bylaw of a society by the RCS shall mutatis mutandis അതൊരു ലീഗൽ ടേമാണ്. അതിൻ്റെ അർത്ഥം കൂട്ടുകാർ മനസ്സിലാക്കുക. Mutatis mutandis apply also to the registration of amendment of bylaw. ഒരു കാര്യം മനസ്സിലാക്കുക, ബേസിക് പോയിന്റ്സ് റിമൈൻസ് ദ സെയിം. അതാണ് ഈ ലാറ്റിൻ ഫ്രൈസിൻ്റെ അർത്ഥം. ഇതൊരു ലീഗൽ ടേമാണ്, ലാറ്റിൻ ഫ്രൈസാണ്. മിക്കവാറും ആക്ട് ആൻഡ് റൂൾസിലൊക്കെ നിയമങ്ങളിലൊക്കെ പരാമർശിക്കുന്നൊരു വാക്കുമാണ്. എന്താണ്? മ്യൂട്ടാറ്റീസ് മ്യൂട്ടാൻഡീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബേസിക് പോയിൻറ്റ്സ് പ്രീവിയസ്ലി ഡിസ്കസ്ഡ് റിമൈൻസ് ടു ബി ദ സെയിം. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകൾ ബേസിക് പോയിൻ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൽ മാറ്റമുണ്ടായിരിക്കുന്നതല്ല. അതൊക്കെ ഈ പ്രത്യേക അമെൻമെൻറ്റ് വന്നാലും തുടരും. ഈ ഒരു ചെറിയ അമെൻമെൻറ്റ് വന്നതോടുകൂടി ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം മാറി, അല്ലെങ്കിൽ റൂൾസ് എല്ലാം മാറി, അങ്ങനല്ല. അതെല്ലാം നിലനിൽക്കും, കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഈ ലാറ്റിൻ ഫ്രൈസിൻ്റെ, ഈ ലീഗൽ ടേമിൻ്റെ, ഈ മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡിസിൻ്റെ അർത്ഥം. പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കുക. ബേസിക് പോയിൻറ്റ്സ് റിമൈൻസ് ദ സെയിം, അത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ മാറ്റമില്ലാതെ തുടരും. ബേസിക് പോയിൻറ്റ്സ് റിമൈൻസ് ദ സെയിം, അതാണ് ഇതിൻ്റെ അർത്ഥം, ഈ വാക്കിൻ്റെ, ഈ ലാറ്റിൻ ഫ്രൈസിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ബൈലാ ഭേദഗതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ഭാഗത്താണ് ഉള്ളത്. അങ്ങനെ വന്നാലും ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ 7 പ്രതിപാദിച്ചിരിക്കുന്ന മറ്റ് നടപടിക്രമങ്ങളിലെ നിയമസംഹിതകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. അതിനെ ഒറ്റ വാക്കിൽ നിയമത്തിൽ പറയുന്ന വാക്കാണ്, ഫ്രൈസാണ് മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡീസ് എന്ന്. അപ്പോൾ കൂട്ടുകാർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആയല്ലോ. ബേസിക് പോയിൻറ്റ്സ് റിമൈൻസ് ദ സെയിം. ക്ലിയർ? അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ 2 കാര്യങ്ങൾ ഈ ബൈലാ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. ബൈലാ അമെൻമെൻറ്റ് വാലിഡ് ആവണമെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം. പിന്നെ മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡീസ് ഉണ്ടാകണം. അതായത് മറ്റ് നിയമ സംഹിതകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല, എല്ലാം ഈ ഭേദഗതി വന്നെങ്കിലും നിലനിൽക്കും. പിന്നെ ഒരു പോയിൻ്റ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ബൈലാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ 2 ബോഡികളുമായിട്ട് RCS കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, സംസ്ഥാന സഹകരണ യൂണിയനുമായി ഡിസ്കസ് ചെയ്തിരിക്കണം. ഏത് കേസിലാണ്? ഇഫ് ദ ബൈലാ ടു ബി അമെൻമെൻറ്റ് ആർ ദാറ്റ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അപ്പെക്സ് സ്ഥാപനങ്ങളോ സെൻട്രൽ സ്ഥാപനങ്ങളുടെയോ ആണ് ബൈലാ ഭേദഗതിയുടെ പ്രപ്പോസലെങ്കിൽ സംസ്ഥാന സഹകരണ യൂണിയനുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ഇനി പ്രൈമറീസോ മറ്റ് സംഘങ്ങളുടെ ബൈലാ ഭേദഗതിയാണെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് കൺസൾട്ട് ചെയ്താൽ മതി. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അപ്പെക്സ് ആണ്, അതിന് താഴെയുള്ള ബോഡിയാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ താഴെയുള്ള ബാങ്കുകളുടെ കൺസൾട്ടേഷൻ താഴെയുള്ള ബോഡിയായ സർക്കിൾ യൂണിയൻ, മുകളിലുള്ള ബാങ്കുകൾ അപ്പെക്സും സെൻട്രലുമാണെങ്കിൽ മുകളിലുള്ള ബോഡിയായ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇതാണ് അതിൻ്റെ ഒരു റൂൾ. അപ്പോൾ പിന്നെ ഒരു ബോഡി ഉള്ളത് അതിൻ്റെ ഫിനാൻസിങ് ബാങ്ക്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓർ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആസ് ദ കേസ് മേ ബി കൺസൾട്ടേഷൻ ഫസ്റ്റ്. സെക്കൻഡ് കൺസൾട്ടേഷൻ goes to the concerned financing institution or financial bank, financing banks. അപ്പോൾ ഇതാണ് 2 കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കി വയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 പ്രൊവിഷൻസ് പറഞ്ഞു. ഒന്ന്, അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടണം. നിലവിലുള്ള ബേസിക് പോയിൻറ്റ്സ് റിമൈൻസ് സെയിം ആയിരിക്കും. അതിന് നമ്മൾ മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡീസ് എന്ന ഒരു ലാറ്റിൻ ഫ്രൈസ്, നിയമ വാക്കുകൾ ഒരു ഫ്രൈസ് അവിടെ പറഞ്ഞു. പിന്നെ 2 സ്ഥാപനങ്ങളുമായിട്ട് കൺസൾട്ടേഷൻ RCS നടത്തിയിരിക്കണം. ഇങ്ങനെ വന്നാൽ കോപ്പി ഓഫ് രജിസ്റ്റേർഡ് അമെൻമെൻറ്റ് ടുഗദർ വിത്ത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൽ ബി ഇഷ്യൂഡ് ടു ദ കൺസേൺ സൊസൈറ്റി. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇങ്ങനെ വന്നാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മുടെ രജിസ്റ്റേർഡ് അമെൻമെൻറ്റിൻ്റെ കോപ്പി ബന്ധപ്പെട്ട സ്ഥാപനത്തിന് RCS നൽകുകയും ചെയ്യും. ഇതാണ് എന്താണ് അമെൻമെൻറ്റ് ഓഫ് ബൈലാ ഓഫ് എ സൊസൈറ്റി എന്ന് പറയുന്ന സെക്ഷൻ 12 റൂൾ 9 പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സന്തോഷത്തിലാണ് നാം എല്ലാവരും.
അപ്പോൾ അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങി വെച്ചത്. സംഘത്തിൻ്റെ പേരെങ്ങനെ മാറ്റാം, അതിൻ്റെ ലൈബിലിറ്റി എങ്ങനെ മാറ്റാം, അതിൻ്റെ ബൈല എങ്ങനെ അമെൻഡ് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ പ്രാഥമികമായിട്ടുള്ള സംഗതികൾ വളരെ നിസ്സാരമായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്തു. ഇതൊരു 2-3 വട്ടം നിങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും ഒരു സംഘത്തിൻ്റെ ഇത്തരം വളരെ പ്രധാനപ്പെട്ട വളരെ ക്രൂഷ്യലായിട്ടുള്ള എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്തത്. ഇതിൻ്റെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പിന്നീട് വീണ്ടും നോക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ഭാഗങ്ങൾ പലവട്ടം കേൾക്കുക, തറോ ആക്കുക. ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഒരു മാർക്ക് പോലും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. അതാണ് നമ്മുടെ പ്രതിജ്ഞ, പ്ലഡ്ജ്. ഈ ഒരു ആവേശത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തേ, ആരാ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്? അത് മോശം. നമ്മൾ ആക്ട് ആൻഡ് റൂൾസൊക്കെ ഗംഭീരമായി പഠിച്ചു പോവുകയല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പം തന്നെ ചെയ്യും, ഞാൻ വെയിറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. വേണ്ടല്ലേ? എന്നാൽ പിന്നെ ചെയ്തേക്ക്. ചേഞ്ച് ഓഫ് ലൈബിലിറ്റിയുടെ ബാക്കി പാഠഭാഗങ്ങളുമായിട്ട് അതിൻ്റെ കണക്റ്റഡ് റൂൾസുകളുടെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. ബൈ.